മഴക്കെടുതിയിൽ കൃഷി നശിച്ചവർക്കുള്ള നഷ്ടപരിഹാര തുക ഉയർത്തി സംസ്ഥാന സർക്കാർ. നഷ്ടപരിഹാരം 25% വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. കടകൾ വെള്ളം കയറി നശിച്ചവർക്ക് 10,000 രൂപ വീതം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മഴക്കെടുതിയിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ നൽകും. തിരിച്ചുപോയി വീട്ടിൽ താമസിക്കാൻ പറ്റാത്തവർക്ക് വീട് ശരിയാകും വരെ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് സർക്കാർ വാടക നൽകും. വീടുകളിൽ വെള്ളം കയറിയവർക്ക് ക്യാമ്പിൽ വന്നില്ലെങ്കിലും വീട് വൃത്തിയാക്കാനുള്ള 10,000 രൂപ നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അവർക്കൊരു കൃഷിനാശം ഉണ്ടായാലുള്ള നഷ്ടം വളരെ തുച്ഛമായ തുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചിട്ടുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, 2.5 ഏക്കർ സ്ഥലം, 1 ഹെക്ടർ സ്ഥലം നെൽകൃഷി നാശം ഉണ്ടായ 13,500 രൂപയാണ്. ഇങ്ങനെ പലതിനും വളരെ ചെറുതാണ്, കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന തുക ചെറുതാണ്. പക്ഷേ അത് നമ്മൾ 25% വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ധാരാളം കടകൾ വെള്ളം കയറി നശിച്ച് അവരുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി, അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടു. ആദ്യമായി അങ്ങനെ വെള്ളം കയറി കടകൾ നശിച്ചവർക്ക് ഓരോ കടയ്ക്കും 10,000 രൂപ പ്രത്യേകമായി കൊടുക്കാൻ. ഭയങ്കര സങ്കടമാണ്. 2018-ലും 2019-ലും ഒക്കെ വെള്ളം കയറി നശിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഉപജീവന മാർഗമാണ്, സാധാരണക്കാരായ ആളുകളാണ് കൂടുതലുള്ളത്. അതൊരു പുതിയ തീരുമാനമാണ്. ഇതിനു മുമ്പ് അതുണ്ടായിരുന്നില്ല. പുതിയ തീരുമാനം, ഒരു 10,000 രൂപ കൂടി അവർക്ക് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്.